വില വർധനവിനെതിരെ നടത്തുന്ന സമരമാണ്. ഈ പ്രതിപക്ഷ സമരങ്ങളെല്ലാം സർക്കാർ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, അതിനുള്ള സമരങ്ങൾ മാത്രമാണ് എന്നാണ്. ജോയി മേത്തറിന് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? വെളിച്ചെണ്ണയുടെ വില 480 എന്നുള്ളതിൽ കേരളത്തിലെ ആർക്കെങ്കിലും സംശയമുണ്ടോ? വെളിച്ചെണ്ണയുടെ വില 112 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലത്ത് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു വിലക്കയറ്റം എന്നുള്ളതൊരു റിയാലിറ്റിയാണ് കേരളത്തിൽ. ആ റിയാലിറ്റിയെ അല്ലെങ്കിൽ അത് കുറക്കാൻ വേണ്ടി മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താത്ത മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനുമെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഈ കേരളത്തിന് വേണ്ടിയാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്, വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്. ഇത്തരത്തിൽ സമരങ്ങൾ നടത്തുന്നതിനെല്ലാം പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഒക്കെ കാണുന്ന ഒരു സമീപനം അവരെടുക്കുന്നുണ്ടെങ്കിൽ അതും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾ ഉയർത്തുന്നത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ്. ഇനി മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇതെല്ലാം നിർത്തി വീട്ടിൽ പോയി ഇരിക്കും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തുടങ്ങിയതല്ല. നിരന്തരമായി ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങളിലും കൃത്യമായ സമരങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസും, മഹിളാ കോൺഗ്രസും, UDF-ഉം. തീർച്ചയായും ആത്മവിശ്വാസം പകരുന്നതാണ്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ആ റിസൾട്ട് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ വിജയം നേടിയിരിക്കുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. അത് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലാണെങ്കിലും കോർപ്പറേഷനുകളുടെ കാര്യത്തിലാണെങ്കിലും ഭൂരിഭാഗം പഞ്ചായത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. അതും ഈ പറയുന്ന സർവേകളും എല്ലാം ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ കേരള ജനത ആഗ്രഹിക്കുകയാണ് ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത കൊള്ള സർക്കാർ എന്ന് തന്നെ പറയുന്ന തരത്തിൽ ശബരിമല പോലും ഏറ്റവും പുണ്യമായി കരുതുന്ന ശബരിമല പോലും അവിടുത്തെ സ്വർണം പോലും അടിച്ചു മാറ്റിയ ഒരു സർക്കാരാണ് ഇത് എന്ന് ഇവിടുത്തെ ഏത് കുട്ടിക്കാണ് അറിയാത്തത്? അപ്പോൾ ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ ആരോഗ്യ മേഖല ആദ്യം ICUലായിരുന്നു, ICUവിൽ നിന്ന് അത് വെന്റിലേറ്ററിലായി, ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലായി. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സമയത്ത് ഇതൊന്ന് നന്നാക്കാനോ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കൺസേൺ പോലും കാണിക്കാൻ തയ്യാറാകാത്ത ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഭരിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. ഒരു 5 വർഷമല്ല 50 വർഷം ഒരു സ്ത്രീ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കത്രിക വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഡോക്ടർമാർക്ക് പറയുവാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരുടെ വീഴ്ചയാണ്? ഞാനല്ല ഓപ്പറേഷൻ നടത്തിയത്, മന്ത്രിയല്ല ഓപ്പറേഷൻ നടത്തിയത് എന്ന് പറയുന്ന ഒരു മന്ത്രി എന്ന് വെച്ചാൽ ഈ ഭരണകർത്താക്കൾ അവര് നേരിട്ട് ചെയ്യുന്ന കാര്യത്തിന് മാത്രമാണോ അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ? അവർ വഹിക്കുന്ന ആ പങ്കിൽ, അവർ വഹിക്കുന്ന ആ കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? നിരുത്തരവാദപരമായ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം, അറഗൻസ്, അഹങ്കാരം, ഇതിനെല്ലാം ജനം മറുപടി നൽകും. ഈ വിലക്കയറ്റം കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല. അത് കേരളത്തിലാണ് വിലക്കയറ്റം, ഈ ഉദ്യോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് സർക്കാർ പറയുന്നത്. അതിന് എത്രമാത്രം നിങ്ങൾ കാണും? അത് പൊള്ളയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങളിത് ഇവിടെ കൃത്യമായി ഉദാഹരണ സഹിതം തന്നെ കർണാടകയിലും തെലങ്കാനയിലേക്ക് വിലകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ദേശീയ ശരാശരി 1.5% കേരളത്തിൽ 9.5% കേരളത്തിലെ വിലക്കയറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അവൈലബിൾ ഡേറ്റയാണ്. ഞങ്ങളാരും മഹിളാ കോൺഗ്രസോ എടുക്കുന്ന ഡേറ്റയല്ല, പബ്ലിക് ഡൊമൈനിലുള്ള രേഖകളാണ്. അപ്പോൾ അതല്ല, പിന്നെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയല്ലേ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ. ജനങ്ങൾ നേരിട്ട്, നമ്മളിപ്പോ ഒരു രാജ്യത്തിന്റെ ബോർഡറിൽ ചിലപ്പോൾ നമ്മൾ വാർത്തകളിലായിരിക്കും കേൾക്കുന്നത്. അതുപോലും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയവികാരം നമുക്കൊക്കെ അതിലുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ദിവസേന എന്ന പോലെ ഇവർ കാണുമ്പോൾ തീർച്ചയായും അതിന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വലിയ വില നൽകേണ്ടി വരും. നമ്മുടെ UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കും? അല്ലെങ്കിൽ പഴയ നിങ്ങൾ UDF 10 വർഷത്തിന് മുമ്പേയുള്ള ആ വിലക്കയറ്റം ആ രീതിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു? കോൺഗ്രസ്
വിലക്കയറ്റം നിയന്ത്രിക്കും. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സെസ് കുറയ്ക്കുന്ന നടപടികൾ, മാവേലി സ്റ്റോർ കൂടുതൽ തുറക്കുന്ന നടപടികൾ, സബ്സിഡി ഇനങ്ങൾ നിലനിർത്തുന്ന നടപടികൾ. ഇവിടെ എന്താ സ്ഥിതി? മാവേലി സ്റ്റോറുകൾ പൂട്ടുന്നു, ബാറുകളുടെ എണ്ണം കൂട്ടുന്നു, ആ ബാറുകളുടെ എണ്ണത്തിൽ തന്നെ സമയം കൂട്ടുന്നു. പക്ഷേ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ പെട്രോളിന്റെ സെസ് കുറച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ, UDF വന്നു കഴിഞ്ഞാൽ, ഇത് ആദരണീയനായ ആബിദ് ഹുസൈൻ തങ്ങൾ ഈ സമരപ്പന്തലിലേക്ക് കടന്നു വരികയാണ്. UDF ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, തടയാൻ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത സമീപനങ്ങൾ പോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും അതിനുള്ള വില നിയന്ത്രിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തീർച്ചയായും നേതൃത്വം കൊടുക്കും ഞങ്ങളുടെ ഭരണം വരുമ്പോൾ.